മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളുടെ ഗോകുലുണ്ട്. ഗോകുൽ സുഖാണ് അവിടെ? സുഖാണ് ബ്രോ, ആൾ ഗുഡ്. അവിടെ എങ്ങനെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. അപ്പൊ 4ാമത്തെ കപ്പടിക്കാൻ ഇനി ഒരു മത്സരം മാത്രമേ ബാക്കിയുള്ളൂ. സൺഡേ വെസ്റ്റ് ഹാമിനെതിരെ ഹോം മാച്ച് നിങ്ങൾ കളിക്കാൻ പോവാണ്. എന്താണ് ബ്രോ എക്സ്പെക്ടേഷൻ? കാരണം ഈ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ലാസ്റ്റ് മത്സരമാണ്. പക്ഷെ ഒരു തരത്തിലുള്ള ഹിക്കപ്സും ഒരു എക്സ്ക്യൂസും ഇവിടെ നമുക്ക് വർക്കൗട്ട് ആവില്ല. കാരണം നിങ്ങൾ 100% ഡെലിവറി ചെയ്യേണ്ട ഒരു മത്സരമാണ്. ഓക്കെ, നമ്മളെ ഫൈനൽ മാച്ച് ഓഫ് ദ സീസൺ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നത് ഫസ്റ്റ് ടൈം അല്ല. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു 4th ടൈം ആണ് ഇങ്ങനെ ഒരു കപ്പ് ലീഗ് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ഈ കഴിഞ്ഞ 3 സിറ്റുവേഷൻ നോക്കിയാലും എല്ലാം നമുക്കൊരു എന്താ പറയാ, ഒരു വെറി കൊടുക്കുന്ന മൂമെന്റ്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ആണെങ്കിൽ അഗ്ബോറിന്റെ സമയമാണെങ്കിലും അതിനുശേഷം ഫസ്റ്റ് ലിവർപൂളായിട്ട് 98 പോയിന്റ്സിന്റെ ഡിഫറൻസ് വന്നപ്പോൾ ബ്രൈറ്റൺ ആയിട്ടായിരുന്നു നമുക്ക് ഫൈനൽ മാച്ച് വന്നത്. അതിലും അതുപോലെ ബ്രൈറ്റൺ ലീഡ് എടുത്തിട്ട് പിന്നെ നമ്മളൊരു കംബാക്ക് നടത്തിയിട്ടാണ് നമ്മൾ ജയിച്ചത്. പിന്നെ നമ്മൾക്ക് അറിയുന്നവരെ ഇപ്പൊ റീസെന്റ് വില്ല ആയിട്ടുള്ള നടന്നതും അതുപോലെ ഒരു മാച്ച് ആയിരുന്നു. 2-0 പിന്നെ പിറകെ പോയിട്ട് പിന്നെ നമ്മളൊരു കംബാക്ക് വന്നിട്ടാണ് ജയിച്ചത്. സോ ഇതുവരെ നടന്ന കഴിഞ്ഞ നമ്മളുടെ ഒരു ഇത് വെച്ചിട്ട് എപ്പോഴും നമുക്ക് ഒരു ടിപ്പിക്കൽ സിറ്റി മൂവ്മെന്റ്സ് ആണ് എപ്പോഴും ഉണ്ടായിരുന്നത്. എപ്പോഴും നമ്മളൊരു ആദ്യം ഒരു കൺഫ്യൂസിങ് ആക്കി പിന്നെ ഒരു നല്ലൊരു കംബാക്ക് ഒക്കെ നടത്തി. ഇറ്റ്സ് നോട്ട് ഈസി ടു ബി എ സിറ്റി ഫാൻ ഇൻ ദിസ് ഗെയിംസ് എന്ന് പറയാം നമുക്ക്. അപ്പൊ എപ്പോഴും ഞാൻ ഒരിക്കലും അതൊരു ഈസി ഗെയിം ആയിട്ട് തോന്നുന്നില്ല. ഈവൻ ഹോമിലാണ് വെസ്റ്റ് ഹാം ഇപ്പത്തെ ഒരു ഫോം അത്ര നല്ലതല്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ഫൈനൽ ഗെയിം ഓഫ് ദ സീസൺ എന്തെങ്കിലും നമുക്കൊരു ഫസ്റ്റ് ഹാഫ് ഒക്കെ ഒരു പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് ഞാൻ ആ ഗെയിമിനെ അപ്രോച്ച് ചെയ്യുന്നത്. സോ ഹോപ്പ്ലി അങ്ങനെയൊന്നും ഈ ടൈം അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഒരു മേ ബി ഒരു ഈസി കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ഞാൻ സ്പേഴ്സിന്റെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസിനെ പറ്റി ഒന്ന് പറയേണ്ടതുണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത്, എസ്പെഷ്യലി ആ മിഡ്ഫീൽഡ് ഓവർലോഡ് ആയ സമയത്ത് വേണ്ട രീതിയിൽ ബോളുമായിട്ട് മുമ്പോട്ട് പോകാൻ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ടു മെനി പീപ്പിൾ ഇൻ ദ മിഡ്ഫീൽഡ്. നിങ്ങൾ ലോങ് ബോൾ ഒക്കെ ട്രൈ ചെയ്തു, അതിനുശേഷം 1-2 ചാൻസുകൾ ഡിബ്രോയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സെക്കൻഡ് ഹാഫ് എനിക്ക് തോന്നുന്നു നിങ്ങളായിരുന്നു ബെറ്റർ ആയിട്ട് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ആ ഗോൾ വന്നതോടെ കളി മൊത്തം മാറി. പക്ഷെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണക്കാരാനുള്ള അറ്റാക്കിംഗ് ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ ആ ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു അത് എവേ മത്സരമായിരുന്നു. കുറച്ച് ടഫായിട്ടുള്ള ഒരു പെർഫോമൻസ് സ്പേഴ്സിന്റെ സൈഡിൽ നിന്ന് വന്നു. പക്ഷെ ഹോമിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കംഫർട്ടബിൾ ആണ്. കാരണം ഹാലണ്ട് നല്ല ഫോമിലാണ്. ഡിബ്രോയിന് ഒരു ഇഞ്ചറി വറി ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളി ഇപ്പൊ കൺഫേം ചെയ്ത് ഇഞ്ചറി കുഴപ്പമില്ല, അതൊരു ചെറിയ ബ്രൂസ് മാത്രമേ ഉള്ളൂ എന്ന് പുള്ളി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ സ്കോഡ് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു കംഫർട്ടബിൾ ആയിട്ട് ജയിക്കാൻ പറ്റുന്നുള്ള ഒരു സിറ്റുവേഷൻ ആണോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും സ്ക്വാഡ് കംപ്ലീറ്റ് ഫിറ്റ് ആണ്. ഇപ്പൊ എല്ലാവരും ഓക്കെയാണ്. സോ ഇനിയിപ്പോ 2 മാച്ചസ് ഉണ്ട്, 2 ഫൈനൽ മാച്ചസ്. ഇപ്പൊ കഴിഞ്ഞ FA കപ്പ് ഫൈനൽ വരുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഹോളണ്ട് തിരിച്ച് ഫോമിലോട്ട് വന്നത് ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ കഴിഞ്ഞ 2-3 മാച്ചസ് ആയിട്ട് ആൾ നല്ല പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് കുറച്ച് നല്ല ഗോൾസ് ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മാച്ചസ്. ഇവൻ നോട്ടിംഗാമായിട്ട് 4 ഗോൾ അടിച്ച മാച്ച് ആണെങ്കിൽ 2 നല്ല ഗോൾസ് ആണ് വന്നിരുന്നത്. പിന്നെ കഴിഞ്ഞ മാച്ചും നല്ലൊരു ഗോൾസ് ആയിരുന്നു വന്നിരുന്നത്. അപ്പം സോ എനിക്ക് തോന്നുന്നു ഹാളണ്ട് ബാക്ക് ഇൻ ഫോം ആയത് കുറച്ച് എന്തായാലും പ്രത്യേകിച്ച് FA കപ്പ് ഫൈനലും കൂടെ വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. സോ ഡിബ്രോയിൻ്റെ ഇഞ്ചുറി ചെറിയൊരു കൺസേൺ ആണ്. പക്ഷേ എനിക്ക് ഒരു ലാസ്റ്റ് ഗെയിം ഒക്കെ ആയതുകൊണ്ട് തന്നെ മേ ബി കുറച്ച് റിസ്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് ഡിബ്രോയിൻ. പിന്നെ നമുക്ക് കഴിഞ്ഞ മാച്ചിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ടത് ഓർട്ടേഗയുടെ ഒരു സേവ് ആണ്. സോ ആ ഒരു സേവ് ഉണ്ടായിരുന്നെങ്കിൽ മേ ബി ആസ്നലെ കപ്പടിച്ചു പോയത്. കാരണം സോൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സോൺ എന്ന് പറഞ്ഞാൽ സിറ്റിക്കെതിരെ ഷുവർ ആയിട്ടൊരു ഗോള്, അതും ഇതുപോലത്തെ ഒരു കൗണ്ടർ അറ്റാക്കിൽ ഒരു ഗോള് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് കെയ്ൻ ഓർ സോൺ ഈ 2 പേരും അടിക്കാറുള്ളതാണ്. സോ ആ ഒരു സിറ്റുവേഷൻ ആക്ച്വലി ഈ വട്ടം വന്നു. സോ ബട്ട് എഡേഴ്സൺ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എഡേഴ്സൺ ആണെങ്കിൽ ചിലപ്പോൾ അത് സേവ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇപ്പോൾ ഒർട്ടേഗ ആക്ച്വലി ആ ഷോർട്ട് സ്റ്റോപ്പിങ്ങിന്റെ കാര്യത്തിൽ ആള് എക്സ്ട്രാ ഓർഡിനറി ആണ്. അത് ഈവൻ പെപ്പ് തന്നെ അതൊരു കൺഫേം ചെയ്ത കാര്യം. അപ്പം ആ ഒരു സേവ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മളുടെ വേൾഡ് കപ്പ് ഫൈനലില് മാർട്ടീനസ് നടത്തിയ ആ സേവിന്റെ ആൾമോസ്റ്റ് ഒരു റെപ്ലിക്ക പോലെയാണ് ഇപ്പൊ ഈ ഒർട്ടേഗയുടെ സേവ്. ആ ഒരു സെയിം ഫീലിംഗ് ആണ് ഇപ്പൊ ഈ ഒരു സേവ് നമുക്ക് കിട്ടിയത്. സോ അത് ആക്ച്വലി വലിയൊരു ഇതായി. അത് ആ ഒരു സേവോടെ പിന്നെ സ്പേഴ്സ് എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ്ലി തളർന്നു. പിന്നെ നമുക്ക് ആ ഒരു സെക്കൻഡ് പെനാൽറ്റി കിട്ടി, ഒരു കംഫർട്ടബിൾ വിന്നായിരുന്നു. സോ മൊത്തത്തില് നോക്കുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ജയിക്കാൻ പറ്റുന്നു നെക്സ്റ്റ് ഗെയിം. അതെ, എനിക്ക് പറയാനുള്ള അഗാൻജിനെ പറ്റിയിട്ടാണ്. പുള്ളി കഴിഞ്ഞ ഒരു പ്രാവശ്യം ഇതേപോലെ ഒരു മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എഡേഴ്സൺ സേവ് ചെയ്തു. ഇതേപോലെ തന്നെ ക്രൂഷ്യൽ മത്സരത്തിൽ പുള്ളിയുടെ ഒരു സിമ്പിൾ മിസ്റ്റേക്ക് വന്നു, ഭാഗ്യത്തിന് ഓർട്ടേഗ സേവ് ചെയ്തു.
ശരിക്കും പറഞ്ഞാല് ഇതുപോലുള്ള കപ്പ് ഗെയിം വരുന്നുണ്ട്, ലാസ്റ്റ് മാച്ച് വരുന്നുണ്ട്, മിസ്റ്റേക്കിലുള്ള ഒരു ചാൻസും ഇല്ല. കാരണം വെസ്റ്റ് ഹാമിനും ആന്റോണിയോനെ പോലത്തെ പ്ലെയർ ഒക്കെ ഉണ്ട്, അവർക്ക് ഒരു ചാൻസ് ഉണ്ടാവും. ആ ചാൻസ് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേവിഡ് മോയ്സ് ഡിഫൻസിൽ പോവും, പിന്നെ ആകെ പ്രശ്നമായിരിക്കും. പിന്നെ പ്രഷർ നിങ്ങളെ മോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മിസ്റ്റേക്ക് വരാം, കൗണ്ടർ അറ്റാക്കിംഗ് വരാം. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഡിഫൻസ് സോളിഡ് ആയിട്ട് വെക്കുക, ഗോൾ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ ഗോൾ കൊടുക്കാതിരിക്കുക. അവന് വേണമെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളതാണെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഈസി ആയിട്ടുള്ള ചാൻസ് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എസ്പെഷ്യലി മിസ്റ്റേക്ക് കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ എന്താണ് ഈ ഡിഫൻസ് സോളിഡ് ആണ് ബ്രോ? ഡിഫൻസ് നമുക്ക് ഈ സീസൺ കംപ്ലീറ്റ്ലി സോളിഡ് അല്ല. വളരെ കാരണം നമുക്കൊരു പ്രോപ്പർ ഡിഫെൻസീവ് ലൈനപ്പ് ഇതുവരെ വന്നിട്ടില്ല. സോ കംപ്ലീറ്റ്ലി കഴിഞ്ഞ സീസൺ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു അക്കാൻജി, സ്റ്റോൺസ്, ഡിയാസ്, ആർക്കെ ആ ഒരു കംപ്ലീറ്റ് പെർഫെക്റ്റ് സെറ്റ് ആയിരുന്നു ഡിഫെൻസീവ് ലൈന്. ഇപ്പൊ പക്ഷെ ഈ സീസൺ അങ്ങനെയല്ല. ഈ സീസൺ ഫുൾ റൊട്ടേഷൻ ആണ്. ഈ സ്റ്റോൺസിന്റെ ഇഞ്ചുറി, ഡിയാസ് ഇടയ്ക്ക് ഇഞ്ചുറി വന്നു, പിന്നെ അവര് ഡിയാസ് ഫോം അല്ല. സോ മൊത്തത്തില് ഡിഫൻസ് ഇതുവരെ സെറ്റ് ആയിട്ടില്ല ഈ സീസൺ. നമ്മൾ ഒരുപാട് ഡിഫൻസീവ് ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ആക്ച്വലി ഒപ്പിച്ച് പോകുന്നതാണ്. പക്ഷേ ഗ്വാർഡിയോള ഇപ്പൊ റീസെന്റ് ആയിട്ട് ഒരു ഭയങ്കര ഫോമാണ്, അറ്റാക്കിംഗ് ഗോൾ സ്കോറിംഗ് ആയിട്ട് ഭയങ്കര ഫോമിലാണ്. ഡിഫെൻസീവ്ലി ആൾക്ക് കുറച്ച് സോളിഡ് ആണ്. പിന്നെ അക്കാൻജിയെ കുറിച്ച് പറയുമ്പോൾ അക്കാൻജി നമ്മളെ സിറ്റിയിലോട്ട് വന്നപ്പോൾ തൊട്ട് തന്നെ ആള് ഡിഫെൻസീവ്ലി ആൾ അത്ര സോളിഡ് അല്ല. ഒരു എറേഴ്സ് ഒരുപാട് വരുത്തുന്ന കൂട്ടത്തിലുള്ള ഒരു പ്ലെയർ ആണ്. ആളുടെ ഒരു ബോൾ പ്രോഗ്രസ് ചെയ്യാനും ബോൾ ഹാൻഡ് വെച്ചിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ് ആക്ച്വലി പെപ്പിനെ അക്കാൻജി സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. സോ കഴിഞ്ഞ സീസണിലാണെങ്കിലും അക്കാൻജി ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് UCL ഫൈനൽ ഇന്റർ ആയിട്ട് ഒരു ബിഗ് മിസ്റ്റേക്സ് വന്നു. സോ അതൊക്കെ നമ്മൾ ആക്ച്വലി ഗോൾ കീപ്പിംഗ് ബ്രില്യൻസ് കൊണ്ട് 2 വട്ടപ്പം നമ്മൾ എസ്കേപ്പ് ആയി പോയതാണ്. സോ അത് രണ്ടും ആക്ച്വലി വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള മൊമെന്റ്സിൽ വന്നതുമായിരുന്നു. ബട്ട് വളരെ എന്താ പറയാ, ഗോൾ കീപ്പിംഗ് ബ്രില്യൻസ് കൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി രക്ഷപ്പെട്ടു പോയ ആ 2 മൊമെന്റ്സും. സോ ഈ സീസൺ നോക്കുമ്പോൾ ഡിഫെൻസീവ്ലി എനിക്ക് ഗോള് മേ ബി കൺസിഡർ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് വെസ്റ്റ് ഹാം ആയിട്ട്. ഒരിക്കലും ഒരു ക്ലീൻ ഷീറ്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇപ്പൊ ഈ ഒരു ഡിഫൻസീവ് ലൈൻ വെച്ച്. ഇപ്പൊ ഡിയാസ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യില്ല എന്നൊക്കെ വരെ റൂമേഴ്സ് കണ്ടിരുന്നു പിന്നെ ഫൈനൽ ഗെയിമിൽ. കാരണം ഡിയാസ് ഫോമിലല്ല, സ്റ്റോൺസ് ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നില്ല കുറെ ആയിട്ട്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഡിഫൻസീവ് സെറ്റപ്പ് എന്ന് അറിയില്ല. സോ മേ ബി ഈവൻ വെസ്റ്റ് ഹാം 2 അടിച്ച് നമ്മൾ 3 അടിച്ച് ജയിക്കാന്ന് മാത്രമേ ഇപ്പൊ ഈ ഒരു ഗെയിമിൽ എനിക്ക് കാണുന്നുള്ളൂ. അതെ, ഇപ്പൊ FA കപ്പിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാല് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രബിൾ അടിച്ചു, ഇപ്രാവശ്യം 2 കപ്പെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോ EPL കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വരാൻ പോകുന്നത് FA കപ്പിലാണ്. യുണൈറ്റഡിന്റെ ഫോം നോക്കുകയാണെങ്കിൽ അവരിങ്ങനെ അപ്പ് ആൻഡ് ഡൗണിലൂടെ, ചില മത്സരത്തിൽ കുഴപ്പമില്ലാത്ത പെർഫോമൻസ്, ചില മത്സരത്തിൽ ഭയങ്കര മോശം പെർഫോമൻസ്, അങ്ങനത്തെ ഒരു ഫോമിലൂടെയാണ് പോകുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ചില പ്ലേയേഴ്സ് ഒക്കെ നല്ല ഫോമിലുണ്ട്, പക്ഷെ ഓവറോൾ ടീം നോക്കുകയാണെങ്കിൽ അത്ര ഫോമിലല്ല പോകുന്നത്. ഇപ്പോൾ കപ്പ് ഫൈനലാണ്, അപ്പൊ അതിലും എന്താണ് ഒരു എക്സ്പെക്ടേഷൻ? എസ്പെഷ്യലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു ഗെയിം ആയിരിക്കും വെംബ്ലി. നെവർ ഡിസപ്പോയിന്റ്സ് us എന്നാണ് നമ്മളിങ്ങനെ വിശ്വസിക്കുന്നത്. കാരണം വെംബ്ലിയിൽ അപ്പോൾ നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് നോർമലി ഒരു പോസിറ്റീവ് റിസൾട്ടാണ് അധികം കണ്ടിട്ടുള്ളത്. പിന്നെ യുണൈറ്റഡ് ഡെർബിയിലോട്ടൊക്കെ വരുമ്പം നമ്മൾ പറയാൻ പറ്റില്ല യുണൈറ്റഡിന്റെ ആ ടൈമിലേക്ക് പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഈ ചിലപ്പോൾ യുണൈറ്റഡ് ഈ ബിഗ് ടീംസിനെതിരെയൊക്കെ ചിലപ്പം കുറച്ചും കൂടെ നല്ലൊരു സെറ്റപ്പ് ഡിഫൻസീവ് ലൈനപ്പ് ഒക്കെ നല്ല രീതിയിൽ ഇപ്പൊ സിറ്റിയൊക്കെ ആയിട്ട് വരുമ്പം മിക്കവാറും മാക്സിമം സിറ്റിന്റെ ബാക്ക് ആൻഡ് കൗണ്ടർ എന്നുള്ള ഒരു ടാക്ടിക്സ് ആയിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളാൻ പറ്റില്ല യുണൈറ്റഡിന്. സോ പിന്നെ അവർക്കാണെങ്കിൽ ലിസാൻഡ്രോ മാർട്ടിനസ് തിരിച്ച് വരുന്നുണ്ട്. സോ മേ ബി അവർ കുറച്ചൊക്കെ ഒരു ബൂസ്റ്റ് ആയിരിക്കാം. പിന്നെ അവർ അമ്രബാത്ത് കഴിഞ്ഞ കളി അമ്രബാത്തും മൈനോ ആ ഒരു മിഡ്ഫീൽഡ് വന്നപ്പോൾ അവർ കുറച്ചും കൂടെ സോളിഡ് ആയിട്ട് തോന്നി. പിന്നെ ലാസ്റ്റ് ഗെയിം അവർ ജയിച്ചത് കൊണ്ട് തന്നെ മേ ബി അവർ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിരിക്കാം. പക്ഷേ എന്നാലും നമ്മുടെ ഒരു വെംബ്ലിയിൽ നമ്മളുടെ ഒരു ഫോം വെച്ച് നല്ലൊരു ഫോമാണ് സിറ്റിക്ക് ഉള്ളത്. പിന്നെ നമ്മുടെ ഒരു ഇഞ്ചുറി ആയിട്ട് ആരും ഇല്ല. സോ അതിലും ജയിക്കുമെന്നാണ് കരുതുന്നത്. സോ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ ഈ സീസൺ ആക്ച്വലി ഞങ്ങൾക്ക് ശരിക്കും വളരെ ഒരു സക്സസ്ഫുൾ സീസൺ ആയിട്ട്. കാരണം ട്രിപ്പിൾ അടിച്ചിട്ട് അതിന്റെ ഒരു ഹാങ് ഓവർ ഒന്നും ടീമിന് ഉണ്ടായിട്ടില്ല. ആ UCL ഔട്ടായത് ഒഴികെ മൊത്തത്തിൽ ടീം സെറ്റാണ്. സോ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സൺഡേ വരാൻ പോകുന്നത് ഒരു ബിഗ് റെക്കോർഡ്, ഇതുവരെ അച്ചീവ് ചെയ്യാത്ത റെക്കോർഡാണ് 4th പ്രീമിയർ ലീഗ് ടൈറ്റിൽ എന്നുള്ളത്. അത് ജസ്റ്റ് ഒരു വിന്നാകെ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു കളഞ്ഞു കുടിക്കും എന്നുള്ള ഒരു ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. ആ ഒരു റെക്കോർഡും കൂടെ എത്തിക്കഴിഞ്ഞാൽ ആക്ച്വലി ആൾമോസ്റ്റ് എല്ലാ റെക്കോർഡും നമുക്ക് കിട്ടി എന്നുള്ള, പെപ്പിന് ആൾമോസ്റ്റ് വന്നു എന്നുള്ള ഒരു റെക്കോർഡ് വന്നു. സോ എനിക്ക് തോന്നുന്നില്ല ആൾമോസ്റ്റ് 2 കളിയും ജയിച്ച ഒരു ഡബിൾ അടിക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പിലാണുള്ളത്. ഓക്കെ, അപ്പോ ഈ 2 കപ്പ് അടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെപ്പ് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള വല്ല ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു റൂമർ കേൾക്കുന്നുണ്ട്. പുള്ളി ഈ കപ്പ് കൂടി അടിച്ചു കഴിഞ്ഞാൽ പുള്ളി 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ, 2 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് എന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ?
എനിക്ക് പെപ്പ് പോകുന്ന ഒരു സിറ്റുവേഷന്റെ ആവശ്യമില്ല. കാരണം പെപ്പിനെ സംബന്ധിച്ചിടത്തോളം ആൾമോസ്റ്റ് ആ ഒരു സെറ്റാണ്. ഹി സെറ്റ് ഇൻ ദിസ് ടീം. പെപ്പ് ആളുടെ കമ്പാരിറ്റീവ്ലി യങ്ങർ കോച്ചാണ്. ആള് 53 ഇയേഴ്സേ ഉള്ളൂ. സോ ഇനിയിപ്പോ ഒരു വേറെ ഇന്റർനാഷണൽ ആണെങ്കിലും വേറെ ലീഗിലോട്ടൊക്കെ പോവാനാണെങ്കിലും ഒരുപാട് ടൈമുണ്ട്. സോ ഇപ്പം എന്ന് പറഞ്ഞാൽ ടീം ആൾറെഡി ഹി ഹാസ് ഹിസ് ടീം. സോ അതിന് ചെറിയ ചെറിയ അഡീഷൻസ് ഒക്കെ കൊടുത്ത് സീസൺ ബൈ സീസൺ ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ മാനേജ്മെന്റ് ആണെങ്കിൽ വളരെ സപ്പോർട്ടീവ് ആണ്. പിന്നെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു. കാരണം 24/5 പെപ്പിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. ഐ മീൻ സോറി എൻഡ് ആവുന്നത്. അപ്പം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. സോ ആ ഒരു ടൈമിൽ ആള് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല സിറ്റി അതിന് മാനേജ്മെന്റ് അതിനെ തയ്യാറാവുന്നത്. സോ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യും എന്നാണ് എനിക്ക് വിശ്വാസം. പിന്നെ ആ ഒരു 1 ഇയർ കൂടെ എക്സ്റ്റെൻഡ് ചെയ്താൽ ഒരു 10 ഇയർ പെപ്പീറ എന്നുള്ളൊരു മിനിമം ഒരു ഇത് കിട്ടും. പിന്നെ അതിന് ശേഷം മേ ബി 10 മേൽ 10+ ഇയേഴ്സ് നിൽക്കാം. സോ അറ്റ്ലീസ്റ്റ് ആ ഒരു 10 ഇയർ എന്നുള്ള ഒരു പെപ്പീറ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇപ്പൊ പ്രീമിയർ ലീഗിനെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്. ഇപ്പൊ 10+, 15+ ഇയേഴ്സ് ഒക്കെ നിന്ന് ഒരുപാട് മാനേജേഴ്സ് ഉണ്ട്. ബാക്കിയുള്ള ലീഗ് പോലെയല്ല. ഇവിടെ നമുക്ക് ഒരുപാട് ചില മാനേജേഴ്സ് നല്ല പെർഫോം ചെയ്യുകയാണെങ്കിൽ ദേ വിൽ സ്റ്റേ ലോങ്ങർ. സോ അതുകൊണ്ട് തന്നെ പെപ്പിന് എല്ലാ റിസോഴ്സസും എല്ലാം അവൈലബിൾ ആണ്. ഇപ്പം എക്സ്റ്റെൻഡഡ് സ്റ്റേ ഒക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു കൂടുതലും എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ബ്രോ. അപ്പൊ എന്തായാലും നമുക്ക് സൺഡേ കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. താങ്ക് യു ബ്രോ. ടേക്ക് കെയർ. ടേക്ക് കെയർ.